ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ലിയോറ കളക്റ്റീവ്. റീസെൻ്റ്ലി ഞാൻ ഇൻസ്റ്റഗ്രാമിൽ ഒരു റീല് പോസ്റ്റ് ചെയ്തിരുന്നു. മീഷോയിൽ എൻ്റെ ആദ്യത്തെ ഓർഡർ എന്ന് പറഞ്ഞിട്ട്. അതിന് വലിയൊരു സപ്പോർട്ടാണ് നിങ്ങളുടെ ഭാഗത്തു നിന്ന് കിട്ടിയത്. എങ്ങനെയാണ് കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ച് ഒരുപാട് പേര് മെസ്സേജ് അയച്ചിരുന്നു. എനിക്ക് കഴിയുന്നത്ര ഞാൻ റിപ്ലൈ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് പേര് മെസ്സേജിന് റിപ്ലൈ കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ അതിനൊക്കെ ഒരു റിപ്ലൈ ആയിട്ടാണ് ഈ വീഡിയോ. അപ്പോൾ ആദ്യം തന്നെ മീഷോ സപ്ലയർ വെബ്സൈറ്റ് എടുക്കുക, അല്ലെങ്കിൽ മീഷോ ആപ്പ് എടുക്കുക. എന്നിട്ട് മൊബൈൽ നമ്പറും എൻ്റർ ചെയ്ത് കൊടുക്കുക. OTP വരും, അത് വെരിഫൈ ചെയ്യുക. അതിനുശേഷം നമ്മളെ ബേസിക് ഡീറ്റെയിൽസും അതുപോലെ തന്നെ ബിസിനസ് ഡീറ്റെയിൽസും നമ്മൾ എൻ്റർ ചെയ്ത് കൊടുക്കണം. പിക്കപ്പ് അഡ്രസ്സ് എന്ന് പറയുമ്പോൾ നമ്മളെ അഡ്രസ്സാണ് നമ്മൾ കൊടുക്കേണ്ടത്. ബാങ്ക് ഡീറ്റെയിൽസ് അതൊക്കെ വേണം. മീഷോയിൽ 2 രീതിയിൽ നമുക്ക് പ്രൊഡക്റ്റ് സെല് ചെയ്യാൻ പറ്റും. GST ഉണ്ടെങ്കിലും ചെയ്യാം, ഇല്ലെങ്കിലും ചെയ്യാം. GST ഉണ്ടെങ്കിൽ ആ നമ്പർ ആ കാര്യങ്ങളൊക്കെ നമ്മൾ എൻ്റർ ചെയ്ത് കൊടുക്കുക. ഇല്ലെങ്കിൽ നമ്മളെ പാൻ കാർഡ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത്. അപ്പോൾ പാൻ കാർഡിൻ്റെ നമ്പറും അതുപോലെ തന്നെ പാൻ കാർഡിലുള്ള നമ്മളെ നെയിം എങ്ങനെയാണോ അതുപോലെ തന്നെ മീഷോയിൽ എൻ്റർ ചെയ്യാൻ നമ്മൾ ശ്രദ്ധിക്കുക. അതിൻ്റെ റിക്വയർഡ് ആയിട്ടുള്ള ഡോക്യുമെൻറ്റ്സ് ഒക്കെ നമ്മൾ അവിടെ അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. ഇതോടെ നമ്മൾ ആദ്യത്തെ ഒരു ഘട്ടം കഴിഞ്ഞു. ഇനി നമ്മൾ പാസ്വേഡ് സെറ്റ് ചെയ്യാണ്ടെങ്കിൽ അത് സെറ്റ് ചെയ്യുക, റിവ്യൂ ചെയ്യുക, സബ്മിറ്റ് ചെയ്യുക. അതോടെ നമ്മൾ അക്കൗണ്ട് സക്സസ്ഫുള്ളി ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി എങ്ങനെയാണ് പ്രൊഡക്ട്സ് ആഡ് ചെയ്യുക, അതുപോലെ തന്നെ എങ്ങനെയാണ് പ്രൊഡക്ട്സിൻ്റെ കാര്യങ്ങൾ എന്നുള്ളതാണ് നമ്മൾ പറയാൻ പോണത്. പ്രൊഡക്ട്സ് ആഡ് ചെയ്യാൻ നല്ല ക്വാളിറ്റി ഇമേജസും അതുപോലെ തന്നെ നല്ല ടൈറ്റിൽ, ഡിസ്ക്രിപ്ഷൻ, അതുപോലെ തന്നെ നമ്മളെ കാറ്റഗറി ഏതാണെന്നൊക്കെ കൃത്യമായിട്ട് നമ്മൾ എൻ്റർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ പ്രൈസിങ്ങും കൃത്യമായിട്ട് നമ്മൾ എൻ്റർ ചെയ്യുക. പ്രൈസിങ് എന്ന് പറയുമ്പം നമ്മളെ MRP, നമ്മൾ സെല് ചെയ്യുന്ന പ്രൈസ്, പ്രോഫിറ്റ് ഇങ്ങനെയൊക്കെ ഉണ്ടാകും. അതൊക്കെ നമ്മൾ കൃത്യമായിട്ട് എൻ്റർ ചെയ്യുക. അതുപോലെ തന്നെ സ്റ്റോക്ക്, SKU, വേരിയൻറ്റ് ഇതൊക്കെ നമ്മൾ കൃത്യമായിട്ട് ചെയ്യണം. അതിനുശേഷം എല്ലാ ഡീറ്റെയിൽസും വെരിഫൈ ചെയ്ത് പ്രൊഡക്റ്റ് പബ്ലിഷ് ചെയ്യുക. അപ്പോൾ നമ്മളൊരു രണ്ടാമത്തെ ഘട്ടം നമ്മളത് കഴിഞ്ഞു. ഇനി ഓർഡർ വരുന്നതും അതെങ്ങനെയാണ് ഷിപ്പ് ചെയ്യണതും എന്നുള്ള കാര്യങ്ങളാണ് പറയാൻ പോണത്. ഓർഡർ വന്നാൽ ആപ്പിൽ നോട്ടിഫിക്കേഷൻ വരും, അതുപോലെ തന്നെ വാട്സപ്പിലൊക്കെ നോട്ടിഫിക്കേഷൻസ് വരും. അപ്പോൾ അത് ശ്രദ്ധിക്കുക. അതുപോലെ നമുക്ക് വേണമെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ഓർഡർ വന്നതിന് ശേഷം ആ ഓർഡർ അക്സെപ്റ്റ് ചെയ്യുക. അപ്പോൾ ഒരു ലേബൽ ഡൗൺലോഡ് ചെയ്യാനുണ്ടാകും. അത് ഡൗൺലോഡ് ചെയ്തിട്ട് പ്രിൻ്റ് ചെയ്യുക. അത് നമ്മൾ പാക്ക് ചെയ്യുമ്പം കൊറിയർ ബാഗിൽ സ്റ്റിക്ക് ചെയ്തിട്ട് വേണം പാക്ക് ചെയ്യാൻ. ഓർഡർ കിട്ടിയാൽ നമ്മൾ ആകെ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, നല്ല വൃത്തിക്ക് പാക്ക് ചെയ്യുക. അത് നമ്മളെ ഡെലിവറി ഏജൻറ്റിനെ എന്ത് ചെയ്യുക, ഏൽപ്പിക്കുക. അത്രേ നമ്മൾ ചെയ്യേണ്ട കാര്യമുള്ളൂ. ഒരു ഓർഡർ കിട്ടിയാൽ ഡെലിവറി ഏജൻറ്റ് വീട്ടിൽ വന്നിട്ട് തന്നെ സാധനം പിക്ക് ചെയ്യും. നമ്മൾ അവിടെ കൊണ്ടുപോയി കൊടുക്കേണ്ട ആവശ്യങ്ങളൊന്നുമില്ല. ഡെലിവറി കംപ്ലീറ്റ് ആയിട്ട് റിട്ടേൺ പീരീഡ് കഴിഞ്ഞാൽ പേയ്മെൻറ്റ് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ സെറ്റിൽ ചെയ്യും. ഇതാണ് ബേസിക് ആയിട്ടുള്ള ഒരു സപ്ലയർ അക്കൗണ്ടിൻ്റെ ഡീറ്റെയിൽസും അതുപോലെ തന്നെ പ്രൊഡക്റ്റ് ആഡ് ചെയ്യണ കാര്യങ്ങളുമാണ്. ബേസിക് ആയിട്ടുള്ളതാണ് ഞാൻ പറഞ്ഞത്. ഇതിൽ ഇനിയും കുറേ ഡൗട്ടുകൾ ഉണ്ടാവും നിങ്ങൾക്ക്. അത് കമൻറ്റ് ചെയ്താൽ മതി, ഞാൻ എനിക്ക് കഴിയണ പോലെ റിപ്ലൈ തരാം. ഇനി കുറച്ച് ടിപ്സ് എന്താണെന്ന് വെച്ചാൽ, നല്ല ക്വാളിറ്റി ഇമേജസ് യൂസ് ചെയ്യുക. അതുപോലെ തന്നെ സ്റ്റോക്ക് അപ്ഡേറ്റ് ചെയ്ത് വെക്കുക. ഓർഡർ ക്യാൻസൽ ആവാതെ ശ്രദ്ധിക്കുക. കറക്റ്റ് ഇൻഫർമേഷൻ മാത്രം കൊടുക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ഇനിയും ഞാൻ മീഷോനെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോസ് ചെയ്യും. അപ്പോൾ അതൊക്കെ കാണണമെങ്കിൽ നിങ്ങൾ ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. അതുപോലെ തന്നെ ഇൻസ്റ്റഗ്രാമിൽ ഫോളോ ചെയ്യാൻ മറക്കരുത്. നിങ്ങളെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. എന്തൊക്കെയാണ് ഇമ്പ്രൂവ് ചെയ്യാനുള്ള കാര്യങ്ങൾ എന്നൊക്കെ നിങ്ങൾ മെൻഷൻ ചെയ്യുക. ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോ ആകുമ്പോഴത്തേനും ഞാനതൊക്കെ ഇമ്പ്രൂവ് ചെയ്തിട്ട് അതൊക്കെ ഉൾപ്പെടുത്തി പുതിയ വീഡിയോസ് ചെയ്യും. അപ്പോൾ താങ്ക് യു.